പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 32-ാം വചനം കാണിച്ചു തരികയാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്ന്. പ്രിയരെ, ദൈവം എല്ലാ മനുഷ്യരുടെയും രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന്. ദുഷ്ടരും നീതിമാന്മാരും ശിഷ്ടരെല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന്. സാത്താന് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ അവസരം കൊടുക്കരുതെന്ന്. 99 ദിവസവും നമ്മൾ നീതിയോടെ ജീവിച്ചിട്ട് 100-ാം ദിവസം നമ്മൾ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ കുളിച്ച പന്നി ചെളി കാണുമ്പോൾ വീണ്ടും ഉള്ളുന്ന അവസ്ഥ, നായി ഛർദ്ദിച്ചത് തന്നെ കഴിക്കുന്ന അവസ്ഥ. ദുഷ്ടൻ തൻ്റെ തെറ്റുകളെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചാൽ അവന് ദൈവം സ്വീകരിക്കും. അനുദപിക്കുന്ന പാപിയെ ദൈവം സ്വീകരിക്കും. നീതിമാൻ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തെറ്റി. നമ്മൾ ദൈവത്തോട് രമ്യതപ്പെട്ട് ചേർന്ന് തന്നെ നിൽക്കണം. തെറ്റിലൊരിക്കലും അകപ്പെടരുത്. തിരിച്ച് നമ്മൾ തെറ്റിലേക്ക് പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ഇതെല്ലാം നമ്മൾ തേടുക. എല്ലാ ദിവസവും അറിവിന് വേണ്ടി, അറിവിൻ്റെ പൊരുളറിയാൻ വേണ്ടിയിട്ട് ബൈബിള് വായിക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക. നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ 1, 2, 3 പ്രാവശ്യം തന്നെ വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വായന ഒരു 4 ആവർത്തിയെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് തീർത്തും മനസ്സിലാകുന്നവരുണ്ടാകാം. ദൈവത്തിൽ ഒട്ടി നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകും. നമ്മൾ അറിയുന്നില്ല, ഈ ഭൂമിയിൽ അനേകം പേര് ദൈവത്തോട് ഒട്ടി നിൽക്കുന്നുണ്ട്. അവർ ആരും പുറത്തേക്ക് വചനപ്രഘോഷണമായിട്ടോ മറ്റു തരത്തിലോ ഒന്നും രംഗത്തേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇറങ്ങാത്തവരുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളുടെ അയൽപക്കത്തുള്ളവരോ വിജാതിയരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നവരായിട്ട് നമ്മൾ നന്മയുള്ള കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. അപ്പോൾ നമുക്ക് തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. നമ്മുടെ തലയിൽ എപ്പോഴും സാത്താൻ അവസരം പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും എങ്ങനെ അവനെ പിടികൂടാം, എങ്ങനെ അവളെ പിടികൂടാം, തെറ്റിലകപ്പെടുത്താം എന്നുള്ള ചിന്ത എപ്പോഴും സാത്താനുണ്ട്. അവനിങ്ങനെ അലറിക്കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവന് ഒരിക്കലും അവസരം കൊടുക്കരുത്. അതിന് ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പൊട്ടക്കിണറ്റിൽ വീണ തവള കാണിക്കുന്ന പോലെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കാണിക്കുമ്പോൾ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും, ഉറപ്പ്. അതിന് ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുക. എന്നെ